ഓക്കെ, റുഗിക്കുട്ട മെത്തേഡ്. അപ്പോൾ ഈ റുഗിക്കുട്ട മെത്തേഡ് അതായത് ഒരു ന്യൂമറിക്കൽ മെത്തേഡ്, ഇതും ഡിഫറൻഷ്യൽ ഈക്വേഷനെ സോൾവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ നോക്കിയ ഓയിലർ മെത്തേഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് വരും, മോഡിഫിക്കേഷൻ ഓഫ് ഓയിലർ മെത്തേഡ് എന്ന് വരും. അതായത് ഇതൊക്കെ ഇപ്പോൾ ഓയിലർ മെത്തേഡ് അതിൽ ഒരു എഫിഷ്യൻസി കുറവുണ്ടാകും. അപ്പോൾ അതിന് ഓവർകം ചെയ്യാനാണ് മോഡിഫൈഡ് ഓയിൽ മെത്തേഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോഡിഫൈഡ് ഓയിൽ മെത്തേഡിന് അതിലും ചെറിയ എഫിഷ്യൻസി കുറവുണ്ടാകും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനാണ്, അതായത് നല്ല അക്യൂറസിയിൽ നമുക്ക് ആൻസർ കിട്ടാനാണ് ഈ റുഗിക്കുട്ട മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് അക്യൂറസി നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ, ഈ ഹെച്ചിൻ്റെ ഡിസ്റ്റൻസ്, അതായത് ഇതൊരു എക്സ് വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഇതൊരു കർവ്. അപ്പോൾ ഇതിൽ എന്തുണ്ടാവും, എക്സ് നോട്ടും പിന്നെ എക്സ് വൺ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞതാണ് ഹെച്ച്, അതായത് ഇൻ്റർവൽ അല്ലെങ്കിൽ സ്റ്റെപ്പ് സൈസ് എന്ന് പറയും. അപ്പോൾ ഈ സ്റ്റെപ്പ് സൈസ് നമ്മൾ ഏറ്റവും ചെറുതായിട്ട് നമ്മൾ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടും, എഫിഷ്യൻസി നമുക്ക് കൂടും. അപ്പോൾ അതിൻ്റെ സൈസ് നമുക്ക് എന്താണ് 0.1 ആക്കുക, അല്ലെങ്കിൽ 0.001 ആക്കുക, അല്ലെങ്കിൽ 0.00001 ആക്കുക. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ സൈസിനെ നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക്, അതായത് ഡിഫറൻഷ്യൽ ഈക്വേഷനിൽ നമ്മൾ അതിൻ്റെ ഡിസ്റ്റൻസോ അത് എത്രയും ചെറുതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താലാണ് നമുക്ക് അതിൻ്റെ അക്യൂറസി നമുക്ക് ഫൈനലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ്, അതായത് ഒരു 2 പോയിൻറ്റിലുള്ള ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടേ പോകുമ്പോൾ അതിൻ്റെ അക്യൂറസി എന്തായാലും നമുക്ക് കുറഞ്ഞുകൊണ്ടേ വരും. അപ്പോൾ എത്ര ചെറുതായി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നോ അപ്പോഴാണ് നമുക്ക് അതിൻ്റെ അക്യൂറസി കിട്ടും. അപ്പോൾ ഈ മെത്തേഡൊക്കെ അങ്ങനെ കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് ഓയിലർ മെത്തേഡിൽ അക്യൂറസി ഇല്ല, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മെത്തേഡിലും പിന്നെ അക്യൂറസി കുറവാണ്. അപ്പോൾ ഈ റുഗിക്കുട്ട മെത്തേഡ് നോക്കുമ്പോൾ അതിൻ്റെ അക്യൂറസി അക്യൂറസി കൂടുതൽ, അതായത് എഫിഷ്യൻസി ഹൈ ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് എഫിഷ്യൻസി ഹൈ എന്ന് പറഞ്ഞാൽ, ഹെച്ചിൻ്റെ വാല്യൂ നമുക്ക് എന്തായാലും ഹെച്ച് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് സൈസ് നമുക്ക് കുറഞ്ഞുകൊണ്ട്, അതായത് ലോ വാല്യൂ ആണെങ്കിൽ നമുക്ക് അക്യൂറസി ഹൈ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ റുഗിക്കുട്ട മെത്തേഡിൽ അതായത് ഇത് എന്താണെന്ന് വെച്ചാൽ, ഈ ഈക്വേഷൻ ഇതിൽ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് മോഡിഫൈഡ് ഓയിലർ മെത്തേഡിൽ നിന്ന് കിട്ടിയതാണ്. അത് നമ്മൾ നോക്കിയിട്ടില്ല, അതില്ല, സിലബസിലില്ല. അപ്പോൾ മോഡിഫൈഡ് ഓയിൽ മെത്തേഡിലാണ് ഈ ഈക്വേഷൻ കിട്ടിയത്. ഇത് സെക്കൻഡ് ഓർഡർ ഓയിലർ മെത്തേഡിലാണ് ഈ ഈക്വേഷൻ നമുക്ക് കിട്ടിയത്. അത് നമ്മൾ നോക്കിയതാണ്, ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയതാണ്. x1 = x0 പ്ലസ് ഹെച്ചും പിന്നെ y1 = y0 പ്ലസ് ഹെച്ച് എഫ് ഓഫ് x0, y0. അപ്പോൾ ഹിയർ നമ്മൾ എന്തെടുക്കുക, ഫംഗ്ഷൻ എഫ് ഓഫ് x0, y0 = f0 എടുക്കുക. ഫംഗ്ഷനെ നമ്മൾ f0 കൺസിഡർ ചെയ്യുക. അപ്പോൾ കൺസിഡർ ചെയ്ത രണ്ടാമത്തെ ഈക്വേഷൻ എങ്ങനെയാകും, y1 = y0, ഇതൊക്കെ എന്താകും, അതായത് ഹെച്ച് ഇൻറ്റു എഫ് ഓഫ് എന്ന് പറഞ്ഞത് f0 ആയിട്ട് മാറും. അതേപോലെ ഫസ്റ്റ് ഈക്വേഷൻ എടുക്കുമ്പോൾ എന്താകും, ഈ ഫസ്റ്റ് ഈക്വേഷനിൽ y0, അതായത് y1 = y0 പ്ലസ് h/2, പിന്നെ എഫ് ഓഫ് x0, y0 അതെന്തായി f0 ആയി നമ്മൾ മാറ്റിയെടുത്തു. പ്ലസ് എഫ് ഓഫ് x1, ഈ എഫ് ഓഫ് x1 പകരം ഈ വാല്യൂ ഇട്ടു, x0 പ്ലസ് എച്ച്, അല്ലേ, x0 പ്ലസ് എച്ച് ഇട്ടു, y1, ഈ y1 പകരം ഈ ക്വസ്റ്റൻ നമ്പർ y1 പകരം y0 പ്ലസ് എച്ച്, y0 പ്ലസ് എച്ച്, പിന്നെ എഫ് ഓഫ് x0, y0നെ f0 എടുത്തു. അപ്പോൾ എഫ് ഓഫ് x0 പ്ലസ് എച്ച്, y0 പ്ലസ് എച്ച് f0 നമ്മൾ കൺസിഡർ ചെയ്തു. ഇത് ഈക്വേഷൻ നമ്പർ 3. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ, അപ്പോൾ എന്താണ്, ഹെച്ച് എഫ്0നെ എന്തെടുക്കുക, നമ്മൾ k1 അങ്ങനെ വേരിയബിൾ കൊടുത്ത് എടുക്കുക. k1 നമ്മൾ കൺസിഡർ ചെയ്യാം. അതേപോലെ ഹെച്ച് ഇൻറ്റു എഫ് ഓഫ് x0, പ്ലസ് എച്ച്, y0 പ്ലസ് ഹെച്ച് f0, അത് ഹെച്ച് f0നെ നമ്മൾ എന്താ എടുത്താൽ k1 എടുക്കാം, അല്ലേ. അതായത് ഇവിടെ ഹെച്ച് f0നെ നമ്മൾ k1 എടുത്തിട്ടുണ്ട്. അതേപോലെ y0 പ്ലസ് ഹെച്ച് f0നെ നമ്മൾ k1 കൺസിഡർ ചെയ്തു. അപ്പോൾ ഇത് k2 അതിൻ്റെ ഫോമാണ്, ഇത് k2ൻ്റെ ഫോമാണ്. അപ്പോൾ ജനറൽ ഈക്വേഷൻ y1 = അതായത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ, അപ്പോൾ y1 = y0 പ്ലസ് 1/2 k1 പ്ലസ് k2 നമുക്ക് കിട്ടും. അപ്പോൾ ഇത് സെക്കൻഡ് ഓർഡർ റുഗിക്കുട്ട മെത്തേഡാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. സോൾവ് dy/dx ദ ഫംഗ്ഷൻ is equal to 3x plus y squared using Rugicuta method. Find the approximate value of y at 1.1. Find the approximate value of y
at 1.1 where y of 1 is equal to 1.2. y of 1 is equal to 1.2. അതായത് എന്താണ് y of 1 is equal to 1.2 എന്ന് പറഞ്ഞാൽ y of 1 ഈ 1 എക്സിൻ്റെ വാല്യൂ അല്ല എക്സ് ഈക്വൽ ടു 1 വരും. പിന്നെ വൈൻ്റെ വാല്യൂ എന്താണ് 1.2. വൈൻ്റെ വാല്യൂ 1.2 അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അല്ല ഇത് എക്സ് നോട്ടിൻ്റെ വാല്യൂ ഇനിഷ്യൽ വാല്യൂ 1 പിന്നെ വൈ നോട്ടിൻ്റെ വാല്യൂ 1.1 ഹെച്ചിൻ്റെ വാല്യൂ 0.1. ഹെച്ച് ആ ഇൻ്റർവൽ എന്ന് പറഞ്ഞില്ലേ സ്റ്റെപ്പ് സൈസ് അത് തന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. തരാണ്ടിരുന്നാലും നിങ്ങളത് ഹെച്ചിൻ്റെ വാല്യൂ നമ്മൾ എന്തെടുക്കുക ഒരു ലോ ടൈം ഇൻ്റർവൽ വെച്ചിട്ട് സ്റ്റെപ്പ് സൈസ് വെച്ചിട്ട് 0.1 എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യാം തന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇത് ഫംഗ്ഷൻ dy/dx is equal to 3x plus y². അപ്പോൾ ഈ y1 അതായത് ഈ റുഗിക്കുട്ട മെത്തേഡിൻ്റെ ജനറൽ ഫോം y1 is equal to y0 plus half k1 plus k2. അപ്പോൾ അതിൽ k1 കണ്ടുപിടിക്കണം k2 കണ്ടുപിടിക്കണം പിന്നെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ k1ൻ്റെ വാല്യൂ is equal to hf of x0, y0. അപ്പോൾ ഹെച്ചിൻ്റെ വാല്യൂ എന്താണ് 0.1. ഹെച്ചിൻ്റെ വാല്യൂ 0.1 ഇൻറ്റു ഹെച്ച് x0, y0 എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. അപ്പോൾ ഫംഗ്ഷൻ ഇവിടെ എന്താണ് 3x plus y². അപ്പോൾ 3x plus y² നമ്മൾ കിട്ടും. ഇപ്പോൾ 3 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എന്താണ് 1 അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് y². അപ്പോൾ വൈൻ്റെ വാല്യൂ 1.2 സോ 1.2 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.444 എന്ന് കിട്ടും. അടുത്ത് k2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഫോർമുല k2 is equal to hf of x0 plus h, y0 plus k1. അപ്പോൾ hf is equal to x0ൻ്റെ വാല്യൂ 1 അല്ലേ x0ൻ്റെ വാല്യൂ 1 പ്ലസ് ഹെച്ചിൻ്റെ വാല്യൂ 0.1 y0ൻ്റെ വാല്യൂ 1.2 y0ൻ്റെ വാല്യൂ 1.2 പ്ലസ് k1ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത് 0.444 അത് കിട്ടും. അപ്പോൾ നമുക്ക് 1.1 1.644 എന്ന് കിട്ടും. അപ്പോൾ ഇത് എക്സ് എന്താണ് ഇത് എക്സ് പിന്നെ ഇത് വൈ. അപ്പോൾ നമ്മൾ ഇത് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഫംഗ്ഷൻ. അപ്പോൾ ആ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക ഈ 3x plus y² നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അടുത്തതിൽ വരുമ്പോൾ 3x plus y². അപ്പോൾ 3 ഇൻറ്റു എക്സിന് പകരം 1.1 പ്ലസ് വൈന്ന് പകരം 1.644 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ 0.1 ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.6027 എന്ന് കിട്ടും. അപ്പോൾ ഈ k1 വാല്യൂ k2 വാല്യൂ നമ്മൾ y1 അപ്ലൈ ചെയ്യാം. അപ്പോൾ y0 പ്ലസ് y1 is equal to y0 plus half k1 plus k2. അപ്പോൾ ഈ k1 k2 വാല്യൂ ഇതിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1.722. ശരി. അപ്പോൾ നമുക്ക് ഈ 1 അതായത് എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂ എന്തായിരിക്കും 1.2 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊക്കെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അവസാനം കിട്ടിയ വാല്യൂ ആണ് 1.722. താങ്ക് യു.